നമസ്കാരം. നാം ചെയ്യുന്ന പ്രവൃത്തിയിൽ വിജയം കൊതിക്കാത്തവരായി ആരുമുണ്ടാവില്ല. എന്നാൽ ചില ആളുകൾ വിജയത്തിനായി കാത്തിരിക്കാൻ ക്ഷമയില്ലാതെ തൻ്റെ പ്രവൃത്തി പാതി വഴിയിൽ നിർത്തുകയോ അതുമല്ലെങ്കിൽ തുടങ്ങാൻ അമാന്തം കാണിക്കുകയോ ചെയ്യാറുണ്ട്. ഇത്തരം പ്രവണത അവരുടെ വിജയത്തിന് ഒരു വിലങ്ങുതടിയായി നിലകൊള്ളാറുണ്ട്. ഒരിക്കൽ ഒരു ഗ്രാമത്തിൽ 2 കർഷകരുണ്ടായിരുന്നു. മഴ ലഭിക്കാതെ ആ ഗ്രാമം കഠിനമായ വരൾച്ച അനുഭവിച്ചു വരികയായിരുന്നു. മഴ ലഭിക്കാത്തതിനാൽ ഈ പ്രാവശ്യം കൃഷി ചെയ്യാൻ കഴിയില്ലല്ലോ എന്ന് ഒന്നാമത്തെ കർഷകൻ ആകാശത്തേക്ക് നോക്കി വിധി പറഞ്ഞ് വിലപിച്ചുകൊണ്ടിരുന്നു. അയാൾ തൻ്റെ നിലം ഉഴുതുമറിക്കാനോ വിത്തിടാനോ തയ്യാറായില്ല. എന്നാൽ രണ്ടാമത്തെ കർഷകൻ കഠിനമായ വെയിലത്തും തൻ്റെ നിലം ഉഴുതുമറിക്കുകയും വിത്തിടാൻ പാകത്തിന് മണ്ണ് തയ്യാറാക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. ഇതു കണ്ട് ആദ്യത്തെ കർഷകൻ പരിഹസിച്ചു. മഴ പെയ്യുമെന്ന് ഒരു ഉറപ്പുമില്ലാത്ത സമയത്ത് നീ എന്തിനാണ് വെറുതെ കഷ്ടപ്പെടുന്നത്? അയാൾ ചോദിച്ചുകൊണ്ടിരുന്നു. രണ്ടാമത്തെ കർഷകൻ ശാന്തനായി മറുപടി പറഞ്ഞു. മഴ പെയ്യിക്കാൻ എനിക്ക് കഴിയില്ല. അത് ദൈവത്തിൻ്റെയോ പ്രകൃതിയുടെയോ കൈകളിലാണ്. എന്നാൽ എൻ്റെ നിലം ഒരുക്കി നിർത്തുക എന്നത് എൻ്റെ കടമയാണ്. മഴ പെയ്യുമ്പോൾ എൻ്റെ മണ്ണ് അത് സ്വീകരിക്കാൻ തയ്യാറായിരിക്കണം. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ആ ഗ്രാമത്തിൽ വലിയ മഴ പെയ്തു. മണ്ണ് ഒരുക്കി വെച്ചിരുന്ന രണ്ടാമത്തെ കർഷകൻ്റെ നിലത്തിൽ ദിവസങ്ങൾക്കകം വിത്തുകൾ മുളയ്ക്കുകയും വലിയ വിളവ് ലഭിക്കുകയും ചെയ്തു. എന്നാൽ മടി പിടിച്ചിരുന്ന കർഷകന് മഴ പെയ്തിട്ടും അതൊന്നും പ്രയോജനപ്പെടുത്താൻ കഴിഞ്ഞില്ല. പ്രിയമുള്ളവരെ, വിജയം നമ്മുടെ കൈപ്പിടിയിൽ എപ്പോൾ വരുമെന്ന് നമുക്ക് കൃത്യമായി അറിയില്ലായിരിക്കാം. പക്ഷേ ആ അവസരം വരുമ്പോൾ സ്വീകരിക്കാൻ നാം സജ്ജരായിരിക്കണം. അപ്പോൾ റെഡിയല്ലേ? ഫലത്തെക്കുറിച്ച് ആകുലപ്പെടാതെ നമുക്ക് കർമ്മം കൃത്യമായി ചെയ്തുകൊണ്ട് അവസരം വരുമ്പോൾ നമ്മുടെ വിജയത്തിലെത്താൻ നമുക്ക് ശ്രമിക്കാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ആദ്യമായി വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു.